നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ ഡാഡിയോട് പറഞ്ഞു. ഡാഡി അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് എല്ലാം തീരുമാനിക്കുകയും ചെയ്തു. ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് അച്ഛൻ എന്നോട് ഒരു വാക്കെങ്കിലും ചോദിച്ചോ? എന്റെ കല്യാണക്കാര്യത്തെ പറ്റി അച്ഛൻ എന്താ നിന്നോട് ചോദിക്കുന്നേ? ഞാൻ നിന്നോടല്ല, എന്റെ അച്ഛനോടാ സംസാരിക്കുന്നേ. നിന്റെ അച്ഛൻ എന്റെ ആരുമല്ലേ? കുണുവാവയ്ക്ക് ദേഷ്യം വരുന്നുണ്ടോ? അച്ഛൻ നിന്നോട് അഭിപ്രായം ചോദിക്കാതെ ഇത്ര വലിയൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? എനിക്ക് കണ്ട ഗുണ്ടകളെ പ്രേമിച്ച് നടക്കാമെങ്കിൽ എനിക്കൊരു പോലീസുകാരിയെ കല്യാണം കഴിച്ചുകൂടെ? ഗിരിയെ പോലെയാണോ മഞ്ജു? അല്ല, ഗിരിയേക്കാൾ സൗന്ദര്യവും പഠിപ്പും അന്തസ്സും മഞ്ജുവിനുണ്ട്. അച്ഛൻ ഇതിനെല്ലാം കൂട്ടി നിൽക്കുകയാണോ? ഇവന് മഞ്ജുവിനെ കുട്ടിക്കാലം തൊട്ട് ഇഷ്ടമാന്ന് പറഞ്ഞ അച്ഛൻ എന്ത് ചെയ്യാനാ മോളെ? ഇവൻ അതൊക്കെ വെറുതെ പറയുന്നതാ. ഞാനും മഞ്ജുവും തമ്മിൽ ശത്രുതയുണ്ടെന്ന് അറിഞ്ഞിട്ട് മാത്രം ഇവൻ ഈ ബന്ധത്തിന് തയ്യാറായത്. അങ്ങനെ നിന്നെ തോൽപ്പിക്കാൻ മാത്രം ഒരു കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. അച്ഛാ, മഞ്ജു ഒരു പോലീസുകാരിയാ. പോലീസുകാര് കാരണം നമ്മുടെ കുടുംബത്തിന് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്ക്. ഗിരി ഇതറിഞ്ഞ എങ്ങനെ പ്രതികരിക്കും? അവനൊരു കുഴപ്പമില്ല. ഞാൻ അവനോട് കാര്യങ്ങൾ സംസാരിച്ചു. അവൻ കാരണം മഞ്ജുവിന്റെ കല്യാണം മുടങ്ങിയിൽ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. ഈ ബന്ധം കാരണം അവള് രക്ഷപ്പെടുന്നെങ്കിൽ ഗിരിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തേ, നിനക്ക് തർക്കിക്കാനുള്ള വിഷയങ്ങളൊക്കെ തീർന്നോ? ഈ കല്യാണം എന്തായാലും നടക്കും. നിനക്ക് അതിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സഞ്ജു മതി, മോളെ നീ ഇങ്ങോട്ടിരിക്കെ, അച്ഛൻ പറയട്ടെ. മഞ്ജുവിനോട് എനിക്കുള്ള ശത്രുതയെ പറ്റി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ടും അച്ഛൻ അവളെ തന്നെ ഈ വീടിന്റെ മരുമകളാക്കാൻ തീരുമാനിച്ചു അല്ലേ? ഇതിന്നൊക്കെ ഞാൻ എന്ത് മനസ്സിലാക്കണം? അച്ഛൻ എന്റെ സന്തോഷത്തെ പറ്റി ഒരു ചിന്തയുമില്ല. മോളെ, അച്ഛൻ ജീവിക്കുന്നത് തന്നെ മോളെ സന്തോഷമായിട്ട് കാണാൻ വേണ്ടിയല്ലേ? പക്ഷെ അച്ഛൻ ചെയ്യുന്ന പല കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാനുള്ള ക്ഷമ മോള് കാണിക്കുന്നില്ല. മോളുടെയും ഗിരിയുടെയും വിവാഹം നടക്കണമെങ്കിൽ നാട്ടുകാർക്കിടയിൽ അവനെയും മഞ്ജുവിനെയും ചേർത്തുള്ള കള്ളക്കഥകൾ പ്രചരിക്കുന്നത് നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? സഞ്ജയും മഞ്ജുവും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഗിരിയും മഞ്ജുവും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർക്ക് ഉറപ്പാവും. പിന്നെ നിന്റെയും ഗിരിയുടെയും കല്യാണം നടത്താൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. അച്ഛന്റെ ഉദ്ദേശം നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നു എന്ന് പറയുമ്പോ മോളെ, മഞ്ജു ഈ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നത് മരുമകളായിട്ടാണ്, മകളായിട്ടല്ല. ഈ വീട്ടിൽ എന്നും അവളുടെ സ്ഥാനം നിന്റെ താഴെയായിരിക്കും. നീ നേരിട്ട ഓരോ അപമാനത്തിനും എണ്ണി എണ്ണി അവളോട് പകരം ചോദിക്കാൻ പറ്റും. അതത്ര എളുപ്പമാവില്ല. അവളൊരു പോലീസുകാരിയല്ലേ? മഞ്ജുവിന് ആ ജോലിയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവൾ ആ ജോലി കളയാൻ ഒരു കാരണം നോക്കി നടക്കുക. കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടെന്ന് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവൾ സമ്മതിക്കും. പിന്നെ അവളുടെ ജീവിതം നമ്മുടെ കാൽ കീഴിലായിരിക്കും. ഇപ്പൊ സന്തോഷായില്ലേ? അതാണ്. എന്നാ ചെല്ലേ. ഞാൻ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഗോപിയേട്ടൻ വെറുതെ ആവശ്യമില്ലാതെ അഭിപ്രായം പറയാൻ നിൽക്കരുത്. അല്ലെങ്കിലും അവൾ ഈ കല്യാണം വേണ്ടാന്ന് പറയാനൊന്നും പോകുന്നില്ല. അവൾ അത്രയ്ക്ക് മണ്ടിയൊന്നും അല്ലല്ലോ. ഈ കല്യാണം നടന്നാ പിന്നെ നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ.
അതെന്തിനാ? ഗോപാൽജിയുടെ മരുമകളായാൽ മഞ്ജുവിന് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗിരി പോലും മഞ്ജുമോളുടെ മുന്നിൽ മുട്ടുമടക്കും. അവളെ ഒരു പുലിയാകും. പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാൽ നിലവിളിക്കുന്ന പെണ്ണ ഒരു പുലി. എന്തായാലും ആ മഹിമ കല്യാണത്തിന് പോയത് നന്നായി. അവൾ ഉണ്ടായിരുന്നെങ്കിലേ ഓരോന്ന് പറഞ്ഞ് മഞ്ജുവിന്റെ മനസ്സ് മാറ്റിയേനെ. ആ മഞ്ജുമോള് വന്നല്ലോ. ഡാഗിങ് താ മോളെ. മോളിരിക്കെ, അമ്മായി കാപ്പി എടുക്കാം. വേണ്ടമ്മായി, ഞാൻ കുളിച്ചിട്ടുണ്ടാക്കി കുടിച്ചോളാം. എന്റെ മോൾ ആകെ ക്ഷീണിച്ചു പോയല്ലോ. സ്റ്റേഷനിൽ ഭാരിച്ച ജോലിയായിരിക്കും അല്ലേ? ഇനിയിപ്പൊ അധികകാലം ജോലിയൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ടി വരില്ല. അതെന്താ അമ്മായി? നിനക്ക് ലോട്ടറി അടിച്ചില്ലേ? ലോട്ടറിയോ? ആ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ലോട്ടറി അടിക്കുന്നെന്ന് പറഞ്ഞാ എന്താ? നല്ലൊരു കുടുംബത്തിൽ നിന്ന് ആലോചന വരുന്നതാ. ആ കാര്യത്തിൽ നിന്റെ ഭാഗ്യം തെളിഞ്ഞു. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മായി? വീടിന്റെ പ്രാരാബ്ദം ഓർത്തിട്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? ഈ കല്യാണം നടന്നാ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ചെറുക്കനാരാന്നറിഞ്ഞ സന്തോഷം കൊണ്ട് നീ തുള്ളിച്ചാടും. സഞ്ജു, സഞ്ജയ്, ഗോപാൽജിയുടെ മകൻ. ഗോപാൽജി ആലോചനയും കൊണ്ട് വന്നപ്പോ ഞങ്ങള് പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല. സമ്മതാണെന്ന് പറഞ്ഞു. സമ്മതോ? ആർക്ക്? എനിക്കൊരിക്കലും സഞ്ജയെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതെന്താ? അവൻ എന്താ ഒരു കുറവുള്ളത്? കാശില്ലേ? സൗന്ദര്യമില്ലേ? ആരോഗ്യമില്ലേ? എന്റെ അച്ഛൻ അവനെ കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. സ്റ്റേഷനിൽ സഞ്ജയ് അച്ഛൻ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാ കള്ളക്കേസിന്റെ പേരിലല്ലേ? അത് കോടതി തന്നെ തള്ളിയതാ. അതിന്റെ പുറകെ ഒന്ന് ഗോപാൽജി പോയിരുന്നെങ്കിലേ നിനക്കിന്ന് ഈ യൂണിഫോം കിട്ടില്ലായിരുന്നു. കോടതി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, സഞ്ജയ് തെറ്റുകാരനാണെന്ന് എനിക്കറിയാം. നാട്ടുകാർക്കും അവനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല. നിന്നെയും കുറിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം അല്ലല്ലോ. ഗിരിയേയും ചേർത്ത് നിന്നെ കുറിച്ച് പറയുന്ന കഥകൾ കേട്ടിട്ടേ എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ടുണ്ട്. നിന്റെ ഭാഗ്യത്തിന് ഗോപാൽജിയും സഞ്ജയും ആ കഥകളൊന്നും വിശ്വസിച്ചിട്ടില്ല. അത്രയും വലിയ വീട്ടിലേക്ക് നീ കല്യാണം കഴിഞ്ഞു പോയാ ഈ കുടുംബത്തിന് മൊത്തം അതൊരു സഹായമായിരിക്കും. ഗോപാൽജി ആണെങ്കിൽ സ്ത്രീധനൊന്നും വേണ്ടെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. കല്യാണത്തിന്റെ മൊത്തം ചെലവും അദ്ദേഹം ഏറ്റെടുക്കും. ഈ വീടിന്റെ ഒരു ഷെയർ പോലും വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനൊരു ആലോചന നിനക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നീ ഇങ്ങനെ എപ്പോഴും പറയുന്ന കേൾക്കുമ്പോഴാ നാട്ടുകാര് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് സംശയം തോന്നുന്നത്. നിനക്ക് പ്രേമൊന്നും ഇല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് സമ്മതിച്ചാൽ എന്താ? എനിക്ക് കല്യാണം കഴിക്കുന്നതിലല്ല, നിങ്ങൾ കണ്ടുപിടിച്ച ചെക്കനിലാണ് പ്രശ്നം. എനിക്ക് സഞ്ജയനെ ഇഷ്ടമല്ല. മോളെ, ഈ ഇഷ്ടത്തിലൊന്നും വലിയ കാര്യമില്ല. കല്യാണം കഴിഞ്ഞാൽ ഇഷ്ടം അങ്ങ് ഉണ്ടായിക്കോളും. എന്റെ ഗോപിയേട്ടന്റെ കാര്യം തന്നെ കണ്ടില്ലേ? നീ ഇങ്ങനെ വെറുതെ ഇഷ്ടമില്ലാത്ത ജോലി എടുത്ത് ജീവിതം പാഴാക്കണ്ട. ഗോപാൽജിയുടെ മരുമകളായ നിനക്ക് ജോലി രാജിവെച്ച് സുഖമായിട്ട് ആ വീട്ടിൽ കഴിയാം. എനിക്ക് ഈ പോലീസ് ജോലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാനിത് രാജിവെക്കാനൊന്നും പോകുന്നില്ല. എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയാലും സഞ്ജയനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. നോക്കി നിൽക്കാതെ നിങ്ങൾ ഇവളോട് സംസാരിക്കേ. മോളെ, നിനക്ക് സഞ്ജയ് ഇഷ്ടമില്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല. പക്ഷേ ഞങ്ങൾ അവരോട് സമ്മതമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നാളെ അവരിവിടെ വന്ന് മോളെ ഒന്ന് കണ്ടിട്ട് പോട്ടെ. അമ്മാവ, അത് അവനെ നേരിട്ട് കാണുമ്പോ മോക്ക് സമ്മതമല്ലെന്ന് ഒരു മയത്തിലങ്ങ് പറഞ്ഞാ മതി. ശരി അമ്മാവ, ഞാൻ നാളെ ലീവ് എടുക്കാം. ആന്റി,
ആന്റി മോളെ വിശേഷങ്ങളൊക്കെ ഗിരി പറഞ്ഞു. സഞ്ജയ് വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ? ആ അവനിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. മക്കളുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കുന്ന ആളല്ലല്ലോ അച്ഛൻ. അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. മോളിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ആ, നീയോ? ഗോപാൽജിയുടെ ശാലിനി സംസാരിച്ചില്ലേ? സംസാരിച്ചു. അപ്പൊ കല്യാണം മുടക്കാനുള്ള പരിപാടി തുടങ്ങിയല്ലേ? ഞാൻ എന്തിനാ അവരുടെ കല്യാണം മുടക്കുന്നത്?